നമ്മുടെ സാധാരണ ചിന്താഗതിയിൽ ആദ്യം ഉദിക്കുന്നത് ശ്രീരാമനെ എന്താ പറയേണ്ടത്? ശ്രീരാമചന്ദ്ര മഹാപ്രഭു എന്ന്. ഒരു നിലയ്ക്ക് ശരിയാണ്. ശ്രീരാമൻ അയോധ്യയിലെ രാജാവായിരുന്നു. അപ്പോൾ രാജാവിന് പ്രഭു മഹാപ്രഭു എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. ജനങ്ങളുടെ എല്ലാവരുടെയും പിതാവാണ് രാജാവ്. ഭൂമിയുടെ പതിയാണ് ഭൂപതി രാജാവ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ശ്രീരാമചന്ദ്ര മഹാപ്രഭു, രാമൻ 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 രാമൻ, ഇതാണ് നമ്മുടെ മനസ്സിൽ. എന്താണ് ഈ രാമനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുള്ള വിചാരം? ശ്രീരാമൻ വളരെ ധർമ്മയുക്തമായി അയോധ്യ രാജ്യം ഭരിച്ചു. പ്രജകൾക്കെല്ലാം തൃപ്തിയായി. പ്രജാവത്സലനായിരുന്നു. എല്ലാവരും വളരെ സ്വാതന്ത്ര്യത്തോടും സുരക്ഷിതത്തോടും കൂടിയാണ് ജീവിച്ച് പ്രവർത്തിച്ച് രാജ്യത്തിലെ സമ്പത്തുണ്ടാക്കി വേണ്ടത്ര നികുതി കൊടുത്തു പോകുന്നത്. ആ രാമന് മുമ്പുള്ള രാജാക്കന്മാരെ പറ്റി നമുക്ക് അത്രയൊന്നും അറിയില്ല. രാമനെ പറ്റി സാധാരണ പറയുന്നത് മര്യാദാപുരുഷോത്തമൻ എന്നാണ്. ശരിയായ ഒരു പുരുഷന് എന്തൊക്കെ മര്യാദകളാകാമോ, നല്ല നടപ്പുകളാകാമോ, അതൊക്കെ രാമനുണ്ട്. സാധാരണ ക്ഷത്രിയന്മാരെല്ലാം ഒന്നിലധികം വിവാഹം കഴിക്കുന്നവരാണ്, പ്രത്യേകിച്ചും രാജാക്കന്മാർ. അവർക്ക് ഒന്നിലധികം വിവാഹം ആകാമെന്ന് മാത്രമല്ല, ഒരു നിലയ്ക്ക് പ്രോത്സാഹനം കൂടിയുണ്ട് അതിന്. നമ്മുടെ രാമൻ ആ വകുപ്പിൽപ്പെട്ടവനല്ല. അദ്ദേഹം ഏകപത്നി വ്രതക്കാരനാണ്. ക്ഷത്രിയന്മാരുടെ ഇടയിൽ കാണില്ല, അത് നടക്കൂല, അവരാവാനും പാടില്ല. പക്ഷേ രാമൻ തീരുമാനിച്ചു, എനിക്കൊരൊറ്റ ധർമ്മപത്നിയേ ഉള്ളൂ, ആ ധർമ്മപത്നിക്കൊരു ധർമ്മപതി ഒന്നേ ഉള്ളൂ എന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാമൻ 2 ത്യാഗമാണ് നടത്തിയത്. ഒന്ന്, യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ട ദിവസം കൈകേയി പറഞ്ഞു, നിനക്ക് അഭിഷേകമില്ല, പകരം നീ കാട്ടിലേക്ക് പോകണം 14 കൊല്ലം. ഓ ആയിക്കളയാം. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഈ രാമൻ അയോധ്യ വിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരൊറ്റ വാക്കാ. ഇത് വലിയൊരു ത്യാഗ. ഇനിയൊരു ത്യാഗോ, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സീതയെ ഉപേക്ഷിച്ചു. ആർക്കു വേണ്ടിയിട്ട്? പ്രജകളിലുള്ള ആ അപവാദം കണക്കിലെടുത്തുകൊണ്ട്. ലക്ഷ്മണ, സീതയെ കൊണ്ടുപോയി വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ ഉമ്മറത്ത് കൊണ്ടുപോയി അവിടെ പോയിട്ട് വേണം ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയാൻ. ഒരു വലിയ ത്യാഗമല്ലേ അത്? ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ. ആർക്കെങ്കിലും ആ രാജ ആജ്ഞയെ കവച്ചു വയ്ക്കാനോ തടുത്തു നിർത്താനോ അതിന് പകരം എന്തെങ്കിലും ചെയ്യാനോ പറ്റുമെങ്കിൽ അത് തപോധനന്മാർക്കും തപസ്വികൾക്കും മാത്രമാണ്. അതാണ് വാൽമീകിയുടെ കുടീരത്തിൻ്റെ അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറഞ്ഞത്. വാൽമീകിക്ക് രാമനല്ല ആരായാലും, ഇപ്പോൾ ബ്രഹ്മാവ് പോലും പറഞ്ഞാലും തപോധനന്മാർക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. നമുക്ക് രാജാ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേര് രാമനാണ്. പിന്നെ വരുന്നത് കൃഷ്ണനാണ്. കൃഷ്ണൻ വാസ്തവത്തിൽ ക്ഷത്രിയനായിരുന്നു, കംസൻ്റെ മരുമകനാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെയും അധിപതിയായിരുന്നില്ല അദ്ദേഹം. പക്ഷേ രാജാക്കന്മാർ ചെയ്യുന്നതിനേക്കാളും എല്ലാം എത്രയോ മടങ്ങ് ആക്കവും തൂക്കവുമുള്ള കൃത്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ കണക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ 15 കോടി ജനങ്ങളെ കൃഷ്ണൻ യുദ്ധത്തിൽ കൊന്നിട്ടുണ്ടെന്നാണ്. 15 കോടി ജനങ്ങൾ. ഭൂമിക്ക് ഭാരം കൂടിയിരുന്നു. ഭൂമി ആക്ഷേപം പറഞ്ഞു, എനിക്ക് സഹിക്കുവയ്യ. അങ്ങനെ ആ ഭാരം തീർക്കാൻ വേണ്ടി കൃഷ്ണൻ രാജാവല്ലാതെ തന്നെ യുദ്ധം ചെയ്ത് കടലിൻ്റെ ഉള്ളിൽ തൻ്റെ തലസ്ഥാന നഗരി ഉണ്ടാക്കി. ദ്വാരക കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കടലിൻ്റെ ഉള്ളിൽ കേട്ടിട്ടുണ്ടോ? ഇന്നിപ്പോൾ അമേരിക്കയൊക്കെ വലിയ പുരോഗതി. അവർ വഞ്ചിയും തോണിയൊക്കെ കൊണ്ടുപോയി കടലിൽ താമസിക്കുക ഒരു സമ്പ്രദായം ഉണ്ട് അവർക്ക്. കൃഷ്ണൻ അങ്ങനെ വഞ്ചിയും തോണിയൊന്നും അല്ല കൊണ്ടുപോയത്. കടലിൻ്റെ ഒത്ത നടുക്കിൽ ഒരു നഗരം അങ്ങോട്ട് ഉണ്ടാക്കി. ആ നഗരത്തിൻ്റെ വർണ്ണന ശ്രീമദ് ഭാഗവതത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എത്ര കൂട്ടുപാതകളാണ്, എത്ര വൃത്തപാതകളാണ്, എത്ര ചതുരശ്രങ്ങളാണ്.
അർദ്ധവൃത്തങ്ങളിൽപ്പെട്ടത് എത്രയുണ്ട്? മരതക പല്ല് പതിച്ച റോഡുണ്ട് നടക്കാൻ, നിലാവിൽ നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എത്ര വിശേഷപ്പെട്ടതാ ആ സ്ഥലം. എന്നിട്ടോ ഉദ്ധവനോട് പറയാണ്, ഞാൻ ശരീരം വിട്ടു പോയാൽ എൻ്റെ പൊന്നുദ്ധവ, ഈ നഗരമുണ്ടല്ലോ, ഈ നഗരം 7-ാം ദിവസം കടലിൽ മുങ്ങുന്നു പറയും. ഒരു സാധനം കൃഷ്ണൻ ബാക്കി വെച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു കൃഷ്ണനാണ് നമുക്ക് രണ്ടാമതുള്ളത്. ഈ രാമനെയും കൃഷ്ണനെയും മാറ്റി അങ്ങോട്ട് നിർത്തിയാൽ നമ്മുടെ ഹൈന്ദവ സമാജം, ഇന്ത്യയിലത്തെ സമാജമുണ്ടല്ലോ, ഈ സമാജത്തിന് ഒന്നും ഉണ്ടാവില്ല പിടിച്ചു നിൽക്കാൻ. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ.